ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18 ശനിയാഴ്ചയാണ്. പതിവ് പോലെയുള്ള ഒരു ട്രേഡിംഗ് സെഷൻ അല്ല ഉള്ളത്, ഒരു സ്പെഷ്യൽ ലൈവ് ട്രേഡിംഗ് സെഷനാണ് ഇന്ന് നമുക്കുള്ളത്. 2 ട്രേഡിംഗ് സെഷനിലായിട്ടാണ് ഇന്ന് ട്രേഡിംഗ് നടക്കുന്നത്. ഫസ്റ്റ് സെഷൻ ആരംഭിക്കുന്നത് 9:15 തന്നെയാണ്. 9:15 മുതൽ 10 മണി വരെയാണ് ഫസ്റ്റ് സെഷൻ ഉണ്ടായിരിക്കുക. സെക്കൻഡ് സെഷൻ ആരംഭിക്കുന്നത് 11:30 11:30 മുതൽ 12:30 വരെയാണ് സെക്കൻഡ് സെഷൻ. അതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി എന്തിനാണ് ഈ സ്പെഷ്യൽ ലൈവ് സെഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈമറി സെറ്റിൽ നിന്നും ഡിസാസ്റ്റർ റിക്കവറി സെറ്റിലേക്ക് മാറിക്കൊണ്ട് ട്രേഡിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രതിരോധ ശേഷിയും സന്നദ്ധതയും പരിശോധിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇനി ഇതിനു മുൻപുണ്ടായിരുന്ന ലൈവ് സെഷൻ മാർച്ച് 2 ഉണ്ടായിരുന്നത്. അന്ന് സെൻസെക്സ് 60 പോയിന്റ്സിന്റെ നേട്ടം കൈവരിച്ചു. നിഫ്റ്റി 39 പോയിന്റ്സ് നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. അടുത്തത് US മാർക്കറ്റിലേക്കാണ്. US വിപണി ഇന്നലെ ഒരു മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് സ്റ്റാർട്ടിന് തന്നെയാണ്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. പുറത്തു വന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്കാണ്. ആദ്യം JSW സ്റ്റീൽ. നെറ്റ് പ്രോഫിറ്റിൽ 64.7% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. 1322 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 1.5% ഇടിവ് വന്നിരിക്കുന്നു. 46,269 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി റിസൾട്ട് വന്ന സൈഡസ് ലൈഫ് സയൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 4 മടങ്ങ് വർധനവാണ് വന്നിരിക്കുന്നത്. 1182.3 കോടി രൂപയുടെ വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിലും 10.4% വർധനവുണ്ടായിട്ടുണ്ട്. 5533.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് NHPC ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 16.3% ഇടിവാണ് വന്നിരിക്കുന്നത്. 549.8 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.9% ഇടിവും വന്നിരിക്കുന്നു. 1888.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി സമീപകാലങ്ങളിൽ വലിയ തിരിച്ചടി നേരിട്ട സി എന്റർടൈൻമെന്റ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 72.9 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 12.2 കോടി രൂപയുടെ ലാഭത്തിൽ കമ്പനി എത്തിയിരിക്കുന്നു. റവന്യൂവിൽ 2.7% വർധനവുണ്ടായിട്ടുണ്ട്. 2169.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഡൽഹി വെറിയാണ്. നെറ്റ് ലോസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 68.5 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 158.7 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. അപ്പോൾ നെറ്റ് ലോസ് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കമ്പനിക്ക്. റവന്യൂവിൽ 11.6% വർധനവാണ് വന്നിരിക്കുന്നത്. 2075.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി RVNL ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 33.2% വർധനവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 478.6 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.4% വർധനവുണ്ടായിട്ടുണ്ട്. 6714 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ഭാരത് ബിജ്ലിയാണ്, BBL. കമ്പനി നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 48.5 കോടി രൂപയാണ്. 80.7% വർധനവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂവിലും 37% വർധനവുണ്ടായിട്ടുണ്ട്. 587.5 കോടി രൂപയിലാണ് ഉള്ളത്. വളരെ നല്ല റിസൾട്ട് തന്നെയാണ് ഭാരത് ബിജ്ലി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ അനുപം രസായൻ ഇന്ത്യ, ASK ഓട്ടോമാറ്റീവ്, ഡാറ്റ പാറ്റേൺസ്, ഗുജറാത്ത് അംബുജ എക്സ്പോർട്സ്, ജ്യോതി CNC ഓട്ടോമേഷൻ, കൃഷ്ണ ഡയഗ്നോസ്റ്റിക്സ്, പരാഗ് മിൽക്ക്, ട്രൈഡന്റ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവയുടേതാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആദിത്യ ബിർള ക്യാപിറ്റൽ, ബൽറാംപൂർ ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ബിർള സോഫ്റ്റ്, GMR എയർപോർട്ട്, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, വോഡാഫോൺ ഐഡിയ, ഇന്ത്യ സിമൻസ്, പിരാമൽ എന്റർപ്രൈസസ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി പതിവ് പോലെ മാർക്കറ്റുള്ള ദിവസങ്ങളിൽ നമ്മുടെ ലൈവ് രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ്. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ലൈവ് ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ നിർബന്ധമായി നിങ്ങൾ കാണാൻ ശ്രമിക്കേണ്ട ഒരു സെഷൻ തന്നെയാണ്. കാരണം അത്ര എഫേർട്ട് എടുക്കുന്ന ഒരു സെഷനാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇത്ര അധികം ഡ്യൂറേഷനിൽ ലൈവ് കണ്ടക്ട് ചെയ്യുന്ന മറ്റൊരു ചാനൽ ഇല്ല എന്ന് തന്നെ പറയണം. അതുകൊണ്ട് നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. നിഫ്റ്റിയിലേക്ക് 22,466 62 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടം തുടർന്ന് ഇന്ത്യൻ വിപണി. രാവിലെ ഓപ്പൺ ചെയ്ത ഉടനെ ഒരു ഫോളിലേക്ക് പോയ നിഫ്റ്റി പിന്നീട് റിക്കവർ ചെയ്തു.
21 ഡേ EMA ഉള്ള 22,320 റേഞ്ചിൽ നിന്നാണ് നിഫ്റ്റി റിവേഴ്സ് ചെയ്തത്. കൂടാതെ അപ്സൈഡിൽ 22,500 പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് എന്ന് ഇന്നലെയും കണ്ടു. നിഫ്റ്റി ആ ലെവലിൽ നിന്നാണ് പിന്നീട് താഴേക്ക് വീഴുന്നത് നമ്മൾ കണ്ടത്. കൂടാതെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്കും 22,500 തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 20 ഡേ EMA ഉള്ള 22,300 റേഞ്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. സപ്പോർട്ടിന് സാധ്യതയുള്ള ഒരു ലെവലാണത്. ഈ 21 DMA ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 22,600ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് ഓൾ ടൈം ഹൈ ലെവലിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് 23,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് വരുന്നത്. അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 22,000 അതിനുശേഷം 22,400 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,400 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. 22,450 സ്ട്രൈക്കിൽ 428% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. നല്ല ഒരു ശക്തമായ ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഇനി കോൾ സൈഡിൽ 57% വർധനവ് മാത്രം, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,400 സ്ട്രൈക്കിൽ 184% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 46% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിലുള്ളത്. 22,500 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 148% വർധനവ്, ഒരു നല്ല ലോങ് ബിൽഡപ്പ് കാണാം. 42% വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മാർക്കറ്റിനെ ശക്തമായി തന്നെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു എന്ന് കാണാം. അടുത്തത് ഡേ ക്യാൻഡിലാണ്. വലിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇനി മാർക്കറ്റിലേക്ക് തിരികെ വന്നാൽ മാർക്കറ്റ് വലിയ രീതിയിലുള്ള ബിയറിഷ് സെൻറ്റിമെൻറ്റിലേക്കൊക്കെ പോയി പിന്നീട് അവിടെ നിന്നും തിരിച്ചു കയറി വന്നു. ഇതിൽ നമുക്ക് ഒരു കാരണം കാണാൻ കഴിയുന്നത്, കഴിഞ്ഞ 3 ഫേസുകളിലും വോട്ടിംഗ് പേഴ്സൻറ്റേജ് കഴിഞ്ഞ 2019 കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരുന്നു. എന്നാൽ ഫേസ് 4 4ാമത്തെ ഫേസിൽ ഇത് മാറി 2019 കൂടുതൽ വോട്ടിംഗ് പേഴ്സൻറ്റേജ് അവിടെ ഉണ്ടായി. ഇതിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമായ ഒരു കോൺഫിഡൻസ് ഇൻവെസ്റ്റേഴ്സിനിടയിൽ കൊണ്ടുവന്നതാണ് ഒരു അപ്പ് മൂവ്മെൻറ്റിന് ഒരു കാരണം ആയി കാണാൻ കഴിയുന്നത്. അടുത്ത ഫേസ് ഇലക്ഷൻ, അതായത് 5th ഫേസ് വരുന്നത് മെയ് 20 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,115 138 പോയിന്റ്സ് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ ഓപ്പൺ ചെയ്തെങ്കിലും 47,758 എന്ന ലോ ടച്ച് ചെയ്തതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റി തിരിച്ചു കയറിയത്. 48,050 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റിവിറ്റിയായി കാണാം. കാരണം 21 ഡേ EMA ഉള്ളത് ആ ലെവലിലാണ്. 48,200 ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. അത് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 48,500 മുതൽ 48,700 വരെയുള്ള സോണിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 50,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 48,000 അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000 ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് ഒടുവിൽ 20 താഴേക്ക് വന്നു, ഒന്ന് കൂൾ ഓഫ് ആയിട്ടുണ്ട്. 19.80 0.99% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്കുകൾ. എൻഡ്യൂറൻസ് മെയ് 10 2086 എൻട്രി എടുക്കുന്നത്. 2239 വരെയാണ് അപ്പായത്. 6.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് സെഞ്ച്വറി ടെക്സ്റ്റൈൽസ് ആണ്. മെയ് 2 2045 എൻട്രി എടുത്തു. 2175 വരെയാണ് അപ്പായത്. 5.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് BBL ആയിരുന്നു. മെയ് 16 അതായത് വ്യാഴാഴ്ച 3625 എൻട്രി എടുക്കുന്നത്. 3795 വരെ അപ്പായി. 4.4% 2 ദിവസം കൊണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇനി ഇൻട്രാഡേയിൽ ബമ്പർ ഹിറ്റായി മാറിയ 3 സ്റ്റോക്കുകളാണ് പറയുന്നത്. ISML ലിമിറ്റഡ് ആണ് ഒന്ന്. അത് 113.5 എൻട്രി എടുക്കുന്നത്. 127.6 വരെ അപ്പായി. ഇൻട്രാഡേയിൽ 11% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് മസ്ഡോക് ഷിപ്പ് ബിൽഡേഴ്സ് ആയിരുന്നു. 2570 എൻട്രി എടുത്തു. 2794 വരെയാണ് അപ്പായത്. 8% നമുക്ക് ഇൻട്രാഡേയിൽ പ്രോഫിറ്റായി ലഭിച്ചത്. അടുത്തത് F&O സെഗ്മെൻറ്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നു. IRCTC 1060 CE ജൂൺ എക്സ്പയറി ആയിരുന്നു പറഞ്ഞത്. 71.5 എൻട്രി എടുക്കുന്നത്.
90.8 വരെ അപ്പായി 21% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. ഒരുപാട് സ്റ്റോക്കുകളാണ് ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. അതുപോലെ ഒരുപാട് സ്റ്റോക്കുകൾ നല്ല പ്രോഫിറ്റിലേക്ക് പോയ സ്റ്റോക്കുകളും ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS അങ്ങനെ ഈ മാസം ആദ്യമായി ബൈയിങ്ങിലേക്ക് പോയിരിക്കുന്നു. 1616 കോടി രൂപയ്ക്കാണ് അവർ ഇന്നലെ ബൈ ചെയ്തത്. DIS ആവട്ടെ 1556 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. ഏതായാലും FISന്റെ ക്യാഷ് മാർക്കറ്റിലെ ബൈയിങ് വളരെ പോസിറ്റീവായി തന്നെ കാണാം. US മാർക്കറ്റിലേക്ക് ഇന്നലെ ഡൗ ജോൺസ് ആദ്യമായി 40,000-ന് മുകളിലായി ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 0.07% ഇടിഞ്ഞത്. S&P 500 0.12% നേട്ടമുണ്ടാക്കി. ഡൗ ജോൺസ് 0.34% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇതോടെ ഈ ആഴ്ച ഡൗ ജോൺസ് 1.2% ഉയർന്നത്. S&P 500 1.5%, നാസ്ഡാക്ക് 2.1% ഉയർച്ചയും ഈ ആഴ്ച രേഖപ്പെടുത്തി. ബുധനാഴ്ച പുറത്തുവന്ന കൺസ്യൂമർ പ്രൈസസ് ഡാറ്റയ്ക്ക് ശേഷം US മാർക്കറ്റുകൾ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്ത്. CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത് ഇപ്പോൾ സെപ്റ്റംബറിൽ 70% റേറ്റ് കട്ടിനുള്ള സാധ്യതയാണ്. ഏതായാലും US മാർക്കറ്റുകൾ ഇപ്പോഴും കാണപ്പെടുന്നത് വളരെ ബുള്ളിഷായി തന്നെയാണ്. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ഇന്നലെ ടെക് സൈഡിൽ ഇൻഫോസിസ് 0.55% ഇടിഞ്ഞു. വിപ്രോയും ഇടിയുകയുണ്ടായി. 0.83% ഇടിഞ്ഞത്. ബാങ്കിംഗ് സൈഡിൽ HDFC ബാങ്ക് 1.3% നേട്ടമുണ്ടാക്കിയപ്പോൾ ICICI ബാങ്ക് 0.37% നേട്ടമാണ് ഉണ്ടാക്കിയത്. മെയ്ക്ക് മൈ ട്രിപ്പ് 2% മുകളിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി 1.49% ഇടിയുകയും ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ യൂറോപ്യൻ വിപണികളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. UK മാർക്കറ്റ് FTSE 0.22% ഇടിഞ്ഞത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.26% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ജർമ്മൻ മാർക്കറ്റ് DAX 0.18% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 0.13% ഇടിഞ്ഞത്. എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂട്ടിലിറ്റീസ് ആണ് 0.9% ഇടിവ് അവിടെ നേരിട്ടത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ US യൂറോപ്യൻ മാർക്കറ്റുകളുടെ ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ഓപ്പൺ അല്ല. ഏഷ്യൻ മാർക്കറ്റുകൾ മാന്ദ്യം നേരിടുന്ന ചൈനയിലെ പ്രോപ്പർട്ടി മാർക്കറ്റ് വീണ്ടെടുക്കുന്നതിന് ചൈനീസ് സെൻട്രൽ ബാങ്ക് നടപടികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വെള്ളിയാഴ്ച ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ ഉയരുകയുണ്ടായി. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളൊന്നും ഓപ്പൺ അല്ല. ഇന്നലെ ക്ലോസ് ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ചെറിയ ഒരു പോസിറ്റീവ് ഓപ്പണിന് സാധ്യതയുണ്ട് എന്നാണ്. ഓയിൽ പ്രൈസുകൾ വൻകിട ഉപഭോക്താക്കളായ ചൈനയിൽ നിന്നും US-ൽ നിന്നുമുള്ള സാമ്പത്തിക സൂചനകൾ ഉയർന്ന ഡിമാൻഡിനുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചതിനാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഓയിൽ അതിൻ്റെ ആദ്യ പ്രതിവാര നേട്ടം രേഖപ്പെടുത്തി. ബ്രന്റ് ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചത് $84 0.88% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. WTI ക്ലോസ് ചെയ്യുന്നത് $80 0.97% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.